കണ്ണത്ത് താണിക്കുന്ന് പ്രദേശത്തിന്റെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. താണിക്കുന്നിൽ അടിയന്തര പ്രാധാന്യം നൽകി സ്ഥാപിച്ച ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ സെന്ററിന് കീഴിലായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പാലിയം ഡയാലിസിസ് സെന്ററിന് കൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റിനും വയനാട് MP പ്രിയങ്ക ഗാന്ധി അടുത്ത മാസം ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പാലിയം ഡയാലിസിസ് സെന്ററിനും വോൾട്ടേജ് ക്ഷാമത്തിന് ഇതോടെ പരിഹാരമാകും. പാലിയേറ്റീവ് കമ്മിറ്റി മെമ്പർ നുഹ്മാനും MLA AP അനിൽകുമാറുമായി ബന്ധപ്പെടുകയും തുടർന്ന് അദ്ദേഹം അടിയന്തരമായി ഇടപെട്ടതോടെയാണ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിച്ചത്. നേരത്തെ PMU പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ വേണ്ട പരിപൂർണ പ്രവർത്തനങ്ങൾക്കും AE അശ്വതിയും രാജേഷ് എന്ന സബ് എഞ്ചിനീയറുമാണ് നേതൃത്വം നൽകിയത്. പാലിയേറ്റീവ് പരിസരത്ത് താണിക്കുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ AE അശ്വതി ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർ നുഹ്മാൻ പാറമ്മൽ, ഇലക്ട്രിസിറ്റി ജീവനക്കാരനായ ഇസ്മായിൽ കുണ്ടുകാവിൽ, കോർഡിനേറ്റർമാരായ സാൻഡി മാത്യു, തൊണ്ടിയിൽ മജീദ്, സബ് എഞ്ചിനീയർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. കണ്ണത്ത് വാർഡിലെ താണിക്കുന്ന് പ്രദേശത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ സാനിച്ചവിടെ സൂചിപ്പിച്ചതുപോലെ വോൾട്ടേജ് ക്ഷാമം വളരെ രൂക്ഷമാണ്. നമുക്കൊരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്ത് നമുക്കറിയാം, ഈ ഒരു കുന്നായി നിൽക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് മോട്ടർ വെള്ളം അടിക്കുന്നതിന് വെള്ളം നമുക്ക് പമ്പ് ചെയ്യുന്നതിനൊക്കെ വലിയ പ്രയാസമാണ്, കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെ ക്ഷാമം. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇത് ഇപ്പോൾ ഇന്നത്തോടു കൂടി ഈ പ്രദേശത്തുകാർക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ജനകീയമായിട്ട് ഒരു ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം. ഇതിലെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഇത്രയും ജനകീയമായി ഇത് ആഘോഷിക്കുന്നത് ഈ നാട് ഇത് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം എല്ലാവരും ഒറ്റ മനസ്സോടെ ഇതിൻ്റെ ഒപ്പം നിന്ന്, പിന്നെ അതുമാത്രമല്ല, നമുക്ക് പാലിയേറ്റീവിൻ്റെ ഡയാലിസിസ് സെൻറ്റർ ഇവിടെ വരുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഈ വോൾട്ടേജ് വലിയ രീതിയിൽ നല്ല ഗുണം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. ഞാൻ വന്ന സമയത്തോട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ബോർഡിൻ്റെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച്, സ്ഥിതി അനുസരിച്ച് ഏതെങ്കിലും ഒരു വർക്ക് നമുക്ക് പെട്ടെന്ന് തുടങ്ങി കഴിയാൻ പൂർത്തീകരിക്കാനോ പറ്റില്ല. അത് നമ്മുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി തിരുവനന്തപുരം മുതലുള്ള ഭരണാനുമതി കിട്ടി അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു വർക്കായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ ആ വർക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വർക്കിന് വേണ്ടി ഇവിടെ നിന്ന വീണ മാഡം നമുക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തന്നു. ആ വർക്ക് സാങ്ഷൻ ആവുകയും, എന്നാൽ നമ്മൾ തീരെ ഗവനിക്കാത്തൊരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കേരളത്തിലെവിടെയും ഒരു ട്രാൻസ്ഫോമർ മാറ്റാനോ അല്ലെങ്കിൽ കേടുവന്നാൽ പോലും എടുക്കാനുള്ളതൊരവസ്ഥയിലേക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നീങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളെ സർക്കിളിൽ തന്നെ 75ഓളം വർക്കുകൾ തീരുന്നൊരവസ്ഥയിൽ കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം 75ഓളം ട്രാൻസ്ഫോമറുകളൊക്കെ ആവശ്യമായി വന്ന് കിടക്കുന്നതിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിനെ പറ്റി നമ്മൾ അറിയുകയും അത് കിട്ടാൻ വേണ്ടി പരമാവധി നമ്മളെ കഴിയുന്ന പ്രോത്സാഹനം നൽകുകയും നമ്മൾ അറിയുന്ന കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെ, പല പ്രദേശത്തുള്ള സ്റ്റാഫിനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ട്രാൻസ്ഫോമർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്മയിലാക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ബോർഡിൻ്റെ ഒരാളുകളിലേക്ക്, നിങ്ങളെ കൂടെ ആകുമ്പോൾ നാട്ടുകാരും ആവും, ഞങ്ങളുടെ കൂടെ ആകുമ്പോൾ ബോർഡിൻ്റെ ഒരാളൊന്നും ആവും. അങ്ങനെ വെച്ചാണ് ഈ വർക്ക് പൂർത്തീകരിച്ചത്. ഏതായാലും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഇതിന് നൽകിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അത് ഈ നാട്ടുകാരുടെ ഉത്സാഹം കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു KCB ഒരു 15 വർഷമായി സർവീസ്. ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരൊക്കെ കൂടി ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അതിനോടുള്ള ആവശ്യത്തിൻ്റെ തീവ്രതയും അതേപോലെ തന്നെ അത് കിട്ടാനായിട്ട് ഇസ്മായിലും രാജേഷും ഒരുപാട് ശ്രമിച്ചു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ സെക്ഷനുകൾ എടുത്തു വെച്ചിരുന്നത് നമ്മൾ നമ്മുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് പരമാവധി ശ്രമിച്ചാണ് ഇപ്പോൾ ട്രാൻസ്ഫോമർ പരിഹരിക്കാനും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഏറ്റവും അധികം ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഡയാലിസിസ് സെൻ്ററും നല്ല ഒരു മനുഷ്യ നന്മയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇത് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താമസം നടത്തിയിട്ട് ഇപ്പോൾ അധികമായിട്ടില്ല. അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രാൻസ്ഫോമറോടെ കൊണ്ടുവരാന്നുള്ളത്. നമ്മളെ ഒരുപാട് ആളുകൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്. അയാളിപ്പോൾ സ്ഥലം മാറിപ്പോയി, നമ്മളെ വീണ മാഡം. ആ വീണ മാഡത്തിൻ്റെ പേരെന്നാണ് നമ്മൾ ട്രാൻസ്ഫോമറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം വന്ന അശ്വതി മാഡം നല്ലൊരു താല്പര്യം എടുത്തുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വളരെയധികം ഈ പ്രോജക്റ്റ് വന്ന അന്ന് മുതൽ ഈ ഉദ്ഘാടന സമയം വരെ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഓഫീസിൽ നിന്നൊരാളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. രാജേഷ് സാർ എന്ന് പറഞ്ഞ ആളാണ്.
കാരണം കേരളത്തിൽ മുഴുവൻ ട്രാൻസ്ഫോമർ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചാർജ് ചെയ്യാൻ ട്രാൻസ്ഫോമർ കിട്ടാത്തൊരവസ്ഥയിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും മറ്റും ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമുക്ക് ഇന്നിവിടെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ നന്ദിയും കടപ്പാടും ഈ പ്രദേശവാസി എന്ന നിലക്ക് ഒരു KCB ഉദ്യോഗസ്ഥർക്കല്ല, ഈ പ്രദേശവാസി നിലക്ക് എൻ്റെ സഹപ്രവർത്തകർക്ക് സബ് എഞ്ചിനീയർമാർ, ഓഫീസർമാർ, അങ്ങനെ മുഴുവൻ ആളുകൾക്കും എൻ്റെ ഒരു നന്ദി കടപ്പാടും അറിയിക്കണം. നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്ന നമ്മുടെ വോൾട്ടേജ് ക്ഷാമത്തിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമുക്ക് KCB അനുവദിച്ചിരുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ ചാർജിങ് നടന്നിരുന്ന നമ്മുടെ ഈ താണിക്കുന്ന് നിവാസികൾക്ക് ഏറ്റവും സന്തോഷകരമാണ്. നമ്മുടെ ഈ പ്രദേശത്തിന് മാത്രമായിട്ട് ഒരു ട്രാൻസ്ഫോമർ കിട്ടുക. പലപ്പോഴും പോയിക്കൊണ്ടിരുന്ന കറണ്ടിന് എപ്പോഴും നമ്മൾ KCBയിലേക്ക് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്ക് ഇതിൻ്റെയും ഒരു പരിഹാരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വലിയ ചടങ്ങായി നടക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രത്യേകിച്ച് നമ്മളെ മെമ്പർ, പിന്നെ KCBയിലെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ സജീവമായിട്ട് നമുക്ക് എന്തിനിറങ്ങുന്ന എല്ലാത്തിനൊപ്പം ഉണ്ടാകുന്ന സാന്നിധ്യം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്